വീട്, ഹോട്ടൽ, വ്യവസായശാലകൾ എന്തുമായിക്കൊള്ളട്ടെ, മുഴുവൻ വെള്ളവും പമ്പ് ചെയ്യുമ്പോൾ തന്നെ ഫിൽട്ടർ ചെയ്ത് അതിലെ മാലിന്യങ്ങളും ബാക്ടീരിയകളും നീക്കം ചെയ്ത് ശുദ്ധമാക്കുന്നു. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ. വടക്കാഞ്ചേരിയിൽ ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധന. 3 ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി. വടക്കാഞ്ചേരി, പാർലിക്കാട്, പത്താംകല്ല് എന്നീ മേഖലകളിലെ ഹോട്ടലുകളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തത്. ഈ സ്ഥാപനങ്ങൾക്ക് അധികൃതർ പിഴ ചുമത്തി. ജില്ലയിൽ ഷിഗല്ല ബാധിച്ച ഒരു മരണം സംഭവിക്കുകയും വടക്കാഞ്ചേരി നഗരസഭയിൽ ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഹോട്ടലുകളിലും ബേക്കറികളിലും റെസ്റ്റോറന്റുകളിലും ആരോഗ്യ വിഭാഗം പരിശോധന ശക്തമാക്കിയത്. ജില്ലാ കളക്ടറുടെയും ജില്ലാ മെഡിക്കൽ ഓഫീസറുടെയും നിർദ്ദേശാനുസരണം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ 6 പഞ്ചായത്തുകളിലും വടക്കാഞ്ചേരി നഗരസഭ പരിധിയിലുമായി സംയുക്ത പരിശോധനയാണ് നടത്തിയത്. രാവിലെ 9 മണിക്ക് ആരംഭിച്ച പരിശോധന വൈകിട്ട് വരെ നീണ്ടുനിന്നു. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് സൂപ്പർവൈസർ ജോബി, മുണ്ടത്തിക്കോട് ഫാമിലി ഹെൽത്ത് സെന്റർ ഹെൽത്ത് സൂപ്പർവൈസർ ബിജോയ്, വടക്കാഞ്ചേരി നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ഇൻചാർജ് MN നീത എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ പബ്ലിക് ഇൻസ്പെക്ടർമാരായ രാഖി, വിപിന, വർഗീസ് ഉൾപ്പെടെയുള്ള ആരോഗ്യ വിഭാഗം ജീവനക്കാരും പങ്കെടുത്തു. പഴകിയ ഭക്ഷണം പിടിച്ചെടുത്ത 3 കടകൾക്ക് പിഴ ചുമത്തിയതിനൊപ്പം വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ച മറ്റു കടകൾക്ക് പോരായ്മകൾ ഉടൻ പരിഹരിക്കാൻ നോട്ടീസും നൽകി. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമായി തുടരുമെന്നും വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ലൈസൻസ് റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള കടുത്ത നടപടികൾ ഉണ്ടാകുമെന്നും എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് സൂപ്പർവൈസർ ജോബി അറിയിച്ചു. പഞ്ചായത്ത് ഉൾപ്പെടെ 6 പഞ്ചായത്തും വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയും വരുന്ന വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രദേശത്തെ ആരോഗ്യപരമായ പരിശോധനകളാണ് ഇന്ന് നടക്കുന്നത്. എല്ലാ പഞ്ചായത്തുകളിലും ഒരേ സമയം ശുചിത്വ പരിശോധന നടക്കുന്നുണ്ട്. കേരളത്തിൽ മൊത്തത്തിൽ ഹെൽത്തി കേരള ക്യാമ്പയിൻ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായും കൂടിയാണ് ഈ പരിശോധനകൾ. ഈ പരിശോധന ഇന്നത്തെ സാഹചര്യത്തിൽ വടക്കാഞ്ചേരിയിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും 2 ഷിഗല്ല കേസുകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഒപ്പം തന്നെ തൃശ്ശൂർ ജില്ലയിൽ ഒരു ഷിഗല്ല മരണവും ഉണ്ടായിട്ടുണ്ട്. കഴിക്കുന്ന ഭക്ഷണം, കുടിക്കുന്ന വെള്ളം, ഇത് മലിനമാകുന്ന സാഹചര്യത്തിൽ മാത്രം വരുന്ന ഈ രോഗം നമ്മൾ വില കൊടുത്ത് വാങ്ങി കഴിക്കുന്ന സാഹചര്യമാണ് പലപ്പോഴും ഉള്ളത്. പല കാരണങ്ങൾ കൊണ്ട് ഒരർത്ഥത്തിൽ ആരോഗ്യവകുപ്പിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയോ വീഴ്ചയാണെന്ന് തന്നെ തുറന്ന് സമ്മതിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. പലപ്പോഴും നിരന്തരമായ പരിശോധനകൾക്ക് ശേഷവും പൊതുജനം ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായൊരു ധാരണയിലേക്ക് എത്താനോ ഭക്ഷണ പാനീയ ഉൽപ്പാദകരോ വിതരണക്കാരോ അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്ന ആളുകളോ വേണ്ടത്ര രേഖകളോ വേണ്ടത്ര ശുചിത്വമോ പാലിക്കാതെ ചെയ്യുന്നത് ഇപ്പോഴും നമുക്ക് കാണാൻ സാഹചര്യമാണ്. ഇത്രയേറെ വാർത്തകൾ ഉണ്ടായിട്ട് പോലും ഇന്ന് നടത്തിയ പരിശോധനകളിലും നമുക്ക് പഴകിയ ഭക്ഷണമൊക്കെ കണ്ടെടുക്കേണ്ട സാഹചര്യമുണ്ടായി. ഇന്ന് നമ്മുടെ വടക്കാഞ്ചേരി ബ്ലോക്ക് ആരോഗ്യ വിഭാഗവും അതുപോലെ തന്നെ വടക്കാഞ്ചേരി നഗരസഭയിലെ ആരോഗ്യ വിഭാഗവും സംയുക്തമായിട്ടുള്ളൊരു പരിശോധനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പല പരിശോധനകളിലും നമ്മൾ കണ്ടെത്തിയ വീഴ്ചകൾ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള നിർദ്ദേശങ്ങളും നോട്ടീസൊക്കെ കൊടുത്തിട്ട് പോലും അതനുസരിക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സ്ഥാപനങ്ങളെ നമ്മൾ അടയ്ക്കാനും ഒപ്പം തന്നെ നല്ല ഫൈൻ ഈടാക്കാനുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ പല സ്ഥാപനങ്ങളും സന്ദർശിച്ച് പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. തുടർ പരിശോധനകൾ ഈ ആഴ്ചകളിൽ മുഴുവനായിട്ടും ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ മഴ പെയ്ത് നമുക്ക് വെള്ളം മലിനമാകാവുന്ന സാഹചര്യത്തിൽ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ ശുദ്ധത ഉറപ്പാക്കാനായിട്ട് കഴിക്കുന്ന ആളുകളും അതുപോലെ തന്നെ വിൽപ്പനക്കാരും പരമാവധി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒപ്പം തന്നെ ഈച്ച മുതലായ തുറന്നു വെച്ച ഭക്ഷണങ്ങളിലൂടെ പരക്കാൻ സാധ്യതയുള്ള അസുഖങ്ങൾ, പഴകിയ ഭക്ഷണങ്ങൾ എല്ലാ തരത്തിലും നമുക്ക് ഒരു തരത്തിലും വെച്ച് പൊറുപ്പിക്കാനാവാത്ത നിയമലംഘനം നമ്മൾ പലതരത്തിലും കാണാനിടയാകുന്നു. തുടർച്ചയായ പരിശോധനകൾ നടന്നിട്ട് പോലും ഇത്തരത്തിലുള്ള നിയമലംഘനം തുടരുന്നത് നമ്മുടെ സംവിധാനത്തോടുള്ളൊരു വെല്ലുവിളിയാണ്. അപ്പോൾ അത് വളരെ ഗൗരവതരമായി കാണുകയും ഒപ്പം തന്നെ തുടർ പരിശോധനകൾ ശക്തമാക്കുകയും വേണ്ടി വരുന്ന സ്ഥാപനങ്ങൾ അടച്ചിടുന്നത് തൊട്ടുള്ള അല്ലെങ്കിൽ കേസെടുക്കുന്നത് തൊട്ടുള്ള പിഴ ഈടാക്കുന്ന ഉൾപ്പെടെയുള്ള നിയമ നടപടികളിലേക്ക് കടക്കാനാണ് ആരോഗ്യ വിഭാഗവും അതുപോലെ തന്നെ വടക്കാഞ്ചേരി നഗരസഭയുടെ ആരോഗ്യ വിഭാഗവും ഒരുമിച്ച് ഈ പരിശോധനകൾക്ക് ഇറങ്ങിയിരിക്കുന്നത്. റൈറ്റ് വിഷൻ ന്യൂസ്, വടക്കാഞ്ചേരി. അതെ, ജലം അമൂല്യമാണ്. പക്ഷെ അത് മലിനമാണെങ്കിലോ? വെള്ളത്തിന്റെ രുചി വ്യത്യാസം, നിറവ്യത്യാസം, ഇരുമ്പിന്റെ അംശം, ക്ലോറിൻ, ചെളി ഇവയെല്ലാം വിട്ടുമാറാത്ത രോഗങ്ങൾ, മുടികൊഴിച്ചിൽ തുടങ്ങി അനേകം രോഗങ്ങൾക്ക് കാരണമാകുന്നു. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ വീട്,
ഹോട്ടൽ, വ്യവസായശാലകൾ എന്തുമായിക്കൊള്ളട്ടെ, മുഴുവൻ വെള്ളവും പമ്പ് ചെയ്യുമ്പോൾ തന്നെ ഫിൽട്ടർ ചെയ്ത് അതിലെ മാലിന്യങ്ങളും ബാക്ടീരിയകളും നീക്കം ചെയ്ത് ശുദ്ധമാക്കുന്നു. കൂടാതെ അടുക്കളയ്ക്കായി പ്രത്യേകം ഡിസൈൻ ചെയ്ത പ്യൂരിഫയറും ലഭ്യമാണ്. അക്വാസ് ഫ്ലാഷ്, ഇനി ഓരോ ഡ്രോപ്പും ക്രിസ്റ്റൽ ക്ലിയർ. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ, മെയിൻ റോഡ്, ചേലക്കര.